രാജ്യത്തെ ആവും വിധമെല്ലാം നശിപ്പിച്ച് മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൈവച്ചിരിക്കുന്നത് ഗ്രാമീണ ജനതയുടെ ജീവനാഡിയായ തൊഴിലുറപ്പ് പദ്ധതിയിലാണ്. തൊഴിലുറപ്പ് പദ്ധതിയെ അപ്പാടെ അട്ടിമറിച്ച് BBG റാംജി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. സാധാരണക്കാരായ മനുഷ്യരുടെ കഴുത്തിൽ കത്തിവയ്ക്കുന്ന നീക്കം. രാജ്യമെങ്ങും പ്രതിഷേധം അലയടിക്കുന്നു. പാർലമെന്റിൽ ഈ സുപ്രധാന ഘട്ടത്തിൽ എതിർശബ്ദമുയർത്തുന്ന രാഹുൽ ഗാന്ധിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? തീർത്തും തൊഴിലാളി വിരുദ്ധമായ ബില്ലിനെതിരെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കോൺഗ്രസിന്റെ നായകൻ പാർലമെന്റിൽ നാവനക്കിയോ? ഇല്ല, അങ്ങ് ജർമ്മനിയിൽ ഉല്ലാസയാത്രയിലാണ് രാഹുൽ ഗാന്ധി. പാർലമെന്റിൽ ഈ നിർണായക ഘട്ടത്തിലെ രാഹുലിന്റെ അസാന്നിധ്യം ചെറിയ കാര്യമല്ല. ലോക്സഭാ ബിൽ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്കെടുത്തപ്പോൾ ജർമ്മനിയിൽ ആഡംബര വാഹന നിർമ്മാതാക്കളായ BMW ഫാക്ടറി സന്ദർശിക്കുന്ന തിരക്കിലായിരുന്നു രാഹുൽ ഗാന്ധി. സുപ്രധാന ബില്ലുകൾ പാർലമെന്റിൽ പരിഗണിക്കുമെന്ന് രാഹുലിന് അറിയാഞ്ഞിട്ടാണോ? അല്ല, 3 ദിവസം പാർലമെന്റിൽ നിർബന്ധമായും ഹാജരായിരിക്കണമെന്ന കോൺഗ്രസ് വിപ്പിന് പുല്ല് വില കൽപ്പിച്ചാണ് ഈ സന്ദർശനം. രാജ്യത്ത് പ്രതിഷേധം ആളിക്കത്തുമ്പോഴും BMW ബൈക്കിൽ നല്ല സ്റ്റൈലായി പോസ്റ്റ് ചെയ്യാനാണ് പുള്ളിക്കിഷ്ടം. അത്രയ്ക്കൊണ്ട് കോൺഗ്രസ് ഭാവി പ്രധാനമന്ത്രി കുപ്പായം തുന്നിവെച്ച രാഹുലിന് രാജ്യത്തോടും ജനങ്ങളോടുമുള്ള സ്നേഹം. ഇതാദ്യമായല്ല കോൺഗ്രസ് നേതാവ് ഇങ്ങനെ മുങ്ങുന്നത്. നിർണായകമായ പല ഘട്ടത്തിലും ഈ മുങ്ങൽ രാഹുലിന് പതിവാണ്. മുത്തലാഖ് ബിൽ പാസാക്കിയ 2018 പാർലമെന്റ് മൺസൂൺ സമ്മേളനം ഓർമ്മയില്ലേ? അന്ന് ഉഗാണ്ടയിലായിരുന്നു രാഹുൽ. ഭാരതീയ നീതിന്യായ സംഹിത ചർച്ചയായ 2023 പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിൽ പങ്കെടുക്കാതെ ദുബായിൽ ടൂറിലായിരുന്നു രാഹുൽ. ദക്ഷിണ കൊറിയയിൽ എന്തോ തിരക്കിലായിരുന്നു 2019 പാർലമെന്റ് ശൈത്യകാല സമ്മേളനം നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി. CAAയും തുടർന്നുണ്ടായ സമരങ്ങളിലെയും ചർച്ച നടന്ന സമ്മേളനമാണിതെന്ന് ഓർക്കണം. കർഷക സമരം ചർച്ചയായ 2020 പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിലും കൃത്യമായി മുങ്ങാൻ രാഹുൽ മറന്നില്ല. ഇറ്റലിയിലേക്കാണ് അന്ന് നേതാവ് പറഞ്ഞത്. 10 വർഷങ്ങൾക്കിടെ ഇത്തരം നിർണായക ഘട്ടങ്ങളിൽ നാവ് പണയം വെച്ച് രാഹുൽ ഗാന്ധി മുങ്ങിയത് നിരവധി തവണയാണ്. 20ലേറെ വിദേശ ടൂറുകളാണ് രാഹുൽ നടത്തിയത്. 6 മാസത്തിനിടെ 5 വിദേശയാത്രകൾ നടത്തി. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന BBG റാംജി ബില്ലിനെതിരെ ജനങ്ങൾ സംഘടിക്കണമെന്നും രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കണമെന്നും ഇടതുപക്ഷ പാർട്ടികൾ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. 1ാം UPA സർക്കാരിൻ്റെ കാലത്ത് ഇടതുപക്ഷ പാർട്ടികളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ് തൊഴിലുറപ്പ് പദ്ധതി. ആ പദ്ധതിയുടെ അടിസ്ഥാന ഘടനയെ തന്നെ അട്ടിമറിക്കുകയാണ് പുതിയ ബില്ലിലൂടെ BJP സർക്കാർ. കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരിക്കും. ജനങ്ങളുടെ ജീവിതത്തെ തകിടം മറിക്കുന്ന ബില്ലുകളിൽ അവർ ഇനിയും മൗനം തുടരും. രാജ്യത്തെ തന്നെ വിറ്റുതുലക്കുന്ന, ജനങ്ങളെ കശാപ്പ് ചെയ്യുന്ന ബില്ലുകൾ വരുമ്പോൾ അടുത്ത വിദേശയാത്ര എവിടേക്കെന്ന് മാപ്പിൽ അവർ തിരഞ്ഞോട്ടെ. ഇടതുപക്ഷത്തിൻ്റെ പ്രചോദനത്തിലും പ്രതിഷേധത്തിൽ അണിചേരുന്ന മനുഷ്യരിലുമാണ് ഈ രാജ്യത്തിൻ്റെ പ്രതീക്ഷ.